ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ ശുഭദിനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്വാധീനത്തിലാണല്ലോ. ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ പുണ്യ വെള്ളിയാഴ്ചയുടെ പഞ്ചാംഗം നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് ഞങ്ങളുടെ ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് 2026 ജൂൺ 12 വെള്ളിയാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ് ഇന്ന്. അശ്വതി നക്ഷത്രം ആണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:40 സൂര്യാസ്തമയം വൈകുന്നേരം 7:13 നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 1:54 വരെയുള്ള അഭിജിത് മുഹൂർത്തം ഏറ്റവും ശുഭകരമാണ്. എന്നാൽ രാവിലെ 10:45 മുതൽ ഉച്ചയ്ക്ക് 12:27 വരെയുള്ള രാഹുകാലത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുക. ഇനി നമുക്ക് ഓരോ രാശിയുടെയും ഇന്നത്തെ ഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിന് പിന്നിലെ കാരണം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിലെ പുരോഗതിയാണ്. നിങ്ങളുടെ മുൻകാല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വിജയത്തിലേക്കും പുതിയ അവസരങ്ങളിലേക്കും വഴിമാറുന്നതായി തോന്നുന്നു. മേഡം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങൾക്ക് പുതിയ സ്ഥലത്തോ പുതിയ രീതിയിലോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ കഴിയും. നിങ്ങളുടെ വീട്ടിലെ നല്ല അന്തരീക്ഷത്തിൽ നിങ്ങൾ സന്തുഷ്ടരായിരിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ പ്രവചിക്കുന്നത് ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും മെച്ചപ്പെട്ട കാഴ്ചപ്പാടോടെയും നേരിടും എന്നാണ്. ഇന്ന് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക. വൈകുന്നേരം 3:15 മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായിരിക്കും. അതിനാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യുക. 2026 ശനി ഗ്രഹത്തിന് നിങ്ങളുടെ ജാതകത്തിൽ പ്രാധാന്യമുള്ളതിനാൽ സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും ധ്യാനം അല്ലെങ്കിൽ മറ്റ് പ്രതിവിധികൾ അനുയോജ്യമാണ്. പ്രതിവിധി പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, മേഡം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങൾക്ക് മികച്ച ഊർജം നൽകും. ഇത് നിങ്ങളെ പൂർണ്ണമായും ഉന്മേഷഭരിതരാക്കും. ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ശുഭകരമായ കാര്യമാണ്. പ്രായോഗികവും വിവേകപൂർണവുമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഈ മാറ്റങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. കാരണം അവയിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 4:30 ഇടയിലുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം നീലയാണ്. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ മാനസിക സമാധാനത്തിനും വൈകാരിക സ്ഥിരതയ്ക്കും ധ്യാനം അല്ലെങ്കിൽ ചില ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് സഹായകമാകും. പ്രതിവിധിയായി ഇന്ന് ഒരു വിശ്രമവേള എടുത്ത് സ്വയം ശാന്തമാക്കുക. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, മേഡം രാശിയിലെ ചന്ദ്രന്റെ സംക്രമണം നിങ്ങൾക്ക് വളരെ നല്ല സ്വാധീനം ചെലുത്തും. ഇത് ദിവസം മുഴുവൻ നിങ്ങളെ സന്തോഷകരമായ മാനസികാവസ്ഥയിലാക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഇന്ന് നിങ്ങളെ നിങ്ങളുടെ കൂടുകളിൽ നിന്ന് പുറത്തുവന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കുടുംബത്തോടൊപ്പം ഒരു രസകരമായ ഒത്തുചേരൽ ഉണ്ടാകും. കൂടാതെ സഹോദരങ്ങളുമായി ബന്ധം ദൃഢമാക്കാൻ ഇതൊരു മികച്ച ദിവസമാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. എല്ലാറ്റിനുമുപരിയായി ശല്യപ്പെടുത്താതിരിക്കുക. മറുവശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെച്ചൊല്ലി നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 3:20 മുതൽ വൈകുന്നേരം 4:30 വരെ ഒഴികെയുള്ള മറ്റേത് സമയവും നിങ്ങൾക്ക് ശുഭകരമാണ്. മൗ നിറം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. 2026 വ്യാഴം നിങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കും.
അതിനാൽ ഒരു പ്രത്യേക രത്നം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രാർത്ഥന സമൃദ്ധമായ വളർച്ചയെ പിന്തുണയ്ക്കും. പരിഹാരം: വ്യക്തതയ്ക്കായി ധ്യാനം ചെയ്യുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, മേഡം, രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വർദ്ധിച്ച ഊർജവും പ്രചോദനവും നൽകിയേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തവരായി തോന്നിയേക്കാം. ഇത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു നല്ല സമയമായിരിക്കും. പ്രിയ കർക്കടകം രാശിക്കാരെ, നിങ്ങൾ വളരെയധികം ക്ഷമ കാണിക്കേണ്ടതുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നിരാശ തോന്നിയേക്കാം. എന്നാൽ നിങ്ങളുടെ ദേഷ്യം ക്രിയാത്മകമായി പ്രകടിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. നല്ല ഫലങ്ങൾക്കായി ഉച്ചയ്ക്ക് 2:30-ക്കും 4 മണിക്കും ഇടയിൽ ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ കർക്കടക രാശിയിലെ ദൈനംദിന ജാതകമനുസരിച്ച് ഇന്ന് പച്ച നിറമാണ് നിങ്ങളുടെ ഭാഗ്യനിറം. ഈ വർഷം വ്യാഴം സ്വയം വളർച്ചയെ വർദ്ധിപ്പിക്കുന്നതിനാൽ ഒരു മുത്ത് ധരിക്കുന്നത് ഹൃദയത്തെ ശാന്തമാക്കാനും ഒരു സ്ഫടികം ധരിക്കുന്നത് ആന്തരിക ആശയക്കുഴപ്പങ്ങൾ നീക്കാനും സഹായിക്കും. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളുമായി ബന്ധം പുതുക്കുക. പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, മേഡം, രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിന്റെ വേഗത അല്പം കുറച്ചേക്കാം. ഇത് ആത്മപരിശോധനയ്ക്കും നിങ്ങളുടെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കാനും അവസരം നൽകും. ഈ സമയം ആത്മപരിശോധനയ്ക്കും നിങ്ങളുടെ തൊഴിൽപരമായ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ഇതുവരെയുള്ള നിങ്ങളുടെ യാത്രയെക്കുറിച്ച് വിലയിരുത്താനും വളരെ ശുഭകരമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കും. ഇത് നിങ്ങൾക്ക് വലിയ സംതൃപ്തിയും സന്തോഷവും നൽകും. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് ചാരനിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉച്ചയ്ക്ക് 3 മണിക്കും വൈകുന്നേരം 4 മണിക്കും ഇടയിൽ ക്രമീകരിക്കുന്നത് മികച്ച ഫലങ്ങൾ നൽകും. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനമുള്ളതിനാൽ സംരക്ഷണത്തിനായി ഒരു ശുഭകരമായ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക അല്ലെങ്കിൽ ധരിക്കുക. പ്രതിവിധിയായി ഒരു ആത്മീയ അല്ലെങ്കിൽ പ്രചോദനാത്മക പുസ്തകം വായിക്കുക. പ്രിയ കന്നിരാശിക്കാരെ, മേഡം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം ചില പ്രതിസന്ധികൾക്ക് ശേഷം നിങ്ങളെ വീണ്ടും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഈ ഗ്രഹസംക്രമണത്തിന്റെ നല്ല സ്വാധീനം നിങ്ങളെ വീണ്ടും ഉന്മേഷവാനും നല്ല മാനസികാവസ്ഥയിലുള്ളവനുമാക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുകയും ഈ പാതയിൽ മുന്നോട്ടു പോകാൻ നിങ്ങളെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ആളുകളുമായി തുറന്ന ആശയവിനിമയം നിലനിർത്തുക, കാരണം ഇത് നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങളെ സഹായിക്കും. ഇന്ന് പച്ചനിറം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ശനിഗ്രഹം മൂലമുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ ഒരു രത്നം ധരിക്കുകയോ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യാം. കൂടാതെ ഒരു പുതിയ ഹോബി പരീക്ഷിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, മേഡം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങളുടെ നല്ല ഗുണങ്ങളെ വർദ്ധിപ്പിക്കുകയും ഭാഗ്യം അതിവേഗം ഉയർത്തുകയും ചെയ്യും. ഇന്ന് നിങ്ങളുടെ ധൈര്യത്തെയും നിശ്ചയദാർഢ്യത്തെയും കാൾ ഭാഗ്യം നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും. ഇത് നിങ്ങൾക്ക് കുറഞ്ഞ പ്രയത്നത്തിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു ദിവസമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ പറയുന്നു, ഭാഗ്യത്തിന്റെയും നല്ല സമയത്തിന്റെയും ഈ തരംഗത്തിൽ സഞ്ചരിക്കുക. അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരം സമയം ഉച്ചയ്ക്ക് 3 മണിക്കും വൈകുന്നേരം 4:30 മണിക്കും ഇടയിലാണ്. അതിനാൽ ഈ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം മഞ്ഞയാണ്. ശനിയുടെ ശക്തമായ സ്വാധീനം സന്തുലിതമാക്കാൻ ഒരു ശുഭരത്നം അല്ലെങ്കിൽ പവിത്രമായ ഒരു വസ്തു ധരിക്കുന്നത് നല്ലതാണ്. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇന്ന് ചെറിയ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോടുകൂടി ആരംഭിച്ചേക്കാം. ഇത് നിങ്ങളെ നിരാശരാക്കിയേക്കാം. പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചാൽ മേടം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം.
പ്രതികാരബുദ്ധിയില്ലാതെ ക്ഷമയും സ്ഥിരോത്സാഹവും ഉപയോഗിച്ച് ഈ സാഹചര്യങ്ങളെ മറികടക്കുക. കാര്യങ്ങൾ ഉടൻ സാധാരണ നിലയിലാകും. നിങ്ങൾ അല്പം സമയം നൽകിയാൽ മതി. മികച്ച ഫലങ്ങൾക്കായി രാവിലെ 11:15 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് പർപ്പിൾ നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ്. ഈ വർഷം ശനിയുടെ ചില തീവ്രഘട്ടങ്ങൾ കാരണം വൈകാരിക ഐക്യം വർദ്ധിപ്പിക്കുന്നതിനും ആന്തരിക സമാധാനം നേടുന്നതിനും ഒരു രത്നം അല്ലെങ്കിൽ ഒരു വിശുദ്ധ വസ്തു അടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പരിഹാരമായി ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ഇന്ന് നിങ്ങൾ ആദരിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് സഹായഹസ്തം ലഭിക്കാൻ സാധ്യതയുണ്ട്. മേഡം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ ചില പ്രയാസകരമായ സാഹചര്യങ്ങളിൽ എത്തിച്ചേക്കാം. എന്നാൽ അതേസമയം അത് നിങ്ങൾക്ക് ദൈവിക സഹായവും നൽകുന്നു. നിങ്ങൾ കാര്യങ്ങളുടെ നല്ല വശം കാണുകയും മനസ്സിൽ വരുന്ന ഏതൊരു നെഗറ്റീവ് ചിന്തകളെയും എളുപ്പത്തിൽ അതിജീവിക്കുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് ഈ സഹായം ഒരു പ്രത്യേക കാരണത്താൽ ദൈവിക ഊർജത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നല്ല ഭാഗ്യം ആകർഷിക്കാൻ ഇന്ന് ചാരൻ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയിലുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് വളരെ ശുഭകരവും പ്രയോജനകരവുമാകും. 2026 വർഷത്തിൽ വ്യാഴം നിങ്ങളുടെ ഭാഗ്യത്തെ ശക്തിപ്പെടുത്തും. അതിനാൽ സ്ഥിരമായ വളർച്ചയ്ക്കായി ഒരു ശുഭരത്നം അല്ലെങ്കിൽ വ്യാഴയന്ത്രം നിങ്ങളുടെ സ്ഥലത്ത് സൂക്ഷിക്കുക. പ്രതിവിധി: കൃതജ്ഞത പരിശീലിക്കുക. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, മേടം രാശിയിലേക്ക് ചന്ദ്രൻ നീങ്ങുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ സാമൂഹിക ഇടപഴകലുകളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങളൊരു ഇടവേള എടുക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോട് പറയുന്നത് ഇന്ന് വിശ്രമിക്കാനും നിങ്ങളുടെ വീടും ജീവിതവും വീണ്ടും ക്രമീകരിക്കാനും സമയം കണ്ടെത്തുക എന്നതാണ്. പ്രിയ മകരം രാശിക്കാരെ, പാർട്ടികളും സാമൂഹിക ഒത്തുചേരലുകളും ചിരികളും നിങ്ങൾ എത്ര ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില തീർപ്പാക്കാത്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇന്ന് സ്വയം വീണ്ടും ട്രാക്കിൽ എത്താൻ ഉപയോഗിക്കുക. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് വൈകുന്നേരം 7 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയം നിങ്ങളുടെ ഭാഗ്യസമയമാണ് എന്നാണ്. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ ഊർജത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധ്യാനം അല്ലെങ്കിൽ ആത്മീയ പരിഹാരങ്ങൾ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ സഹായിക്കും. സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക എന്നത് ഒരു പ്രധാന പരിഹാരമാണ്. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, മേടം രാശിയിലെ ചന്ദ്രന്റെ സംക്രമണം നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. ചെറിയ പ്രകോപനം പോലും നിസ്സാര കാര്യങ്ങളിൽ നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാനിടയാക്കും. ഇന്ന് നിങ്ങൾക്ക് ആശയക്കുഴപ്പം തോന്നിയേക്കാം. ഇത് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവുകളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് നിങ്ങൾ വിശ്രമിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഉറവിടത്തെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കാനും ശ്രമിക്കണമെന്നാണ്. അടുത്ത സുഹൃത്തുമായോ കുടുംബാംഗവുമായോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നുവെങ്കിൽ അത് ചെയ്യാൻ മടിക്കരുത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ്. തവിട്ടുനിറം നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. ഈ വർഷം ശനിഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വിഷയങ്ങളെ നയിക്കുന്നതിനാൽ സ്ഥിരമായ പുരോഗതിക്കായി ഒരു പ്രത്യേക പ്രതിവിധി അല്ലെങ്കിൽ ആത്മീയ പരിശീലനം ചെയ്യുന്നത് സഹായകമാകും. പ്രതിവിധിയായി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, മേടം രാശിയിലേക്ക് ചന്ദ്രൻ നീങ്ങുമ്പോൾ അത് നിങ്ങൾക്ക് മനോഹരവും സുഗമവുമായ ഒരു ദിവസത്തിന് വഴിയൊരുക്കുന്നു. നിങ്ങളുടെ ബൗദ്ധികപരമായ കാര്യങ്ങൾക്കും മാനസിക ചിന്തകൾക്കും ഇന്ന് മുൻഗണന ലഭിക്കും. ഇത് നിങ്ങളുടെ അക്കാദമിക് ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും. നിങ്ങൾ പുതിയ കഴിവുകളും അറിവും നേടും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മാനസിക ഉന്മേഷം നൽകുകയും ചെയ്യും. ദിവസത്തിന്റെ അവസാനത്തോടെ
നിങ്ങൾ കുടുംബാംഗങ്ങളാലും മറ്റ് പ്രിയപ്പെട്ടവരാലും ചുറ്റപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ഈ വർഷം ശനിയുടെ സ്വാധീനമുള്ള ഊർജത്തെ സന്തുലിതമാക്കാൻ ഒരു പ്രതിവിധി വസ്തു അടുത്ത് സൂക്ഷിക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നത് ഗുണകരമാകും. പരിഹാരമായി ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.